ചിന്നമുട്ടയും കൊണ്ടുള്ള ഒരു അടിപൊളി ഡിഷാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത് മുട്ടക്കോഴീൻ്റെ മുട്ടയാണ്. അതിനകത്തുള്ള മുട്ടയൊക്കെ മാത്രമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ വാങ്ങിച്ചതാണിത്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. ശേഷം ഒരു ചീനച്ചട്ടി ചൂടാക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു വലിയ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ചെറുതായിട്ടൊന്നൊരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. അത് ഒരു 3/4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് പാകമായി വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒരു 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ തക്കാളിയൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പോൾ എല്ലാതും ഒന്ന് ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. വഴറ്റിയെടുക്കുക. പൊടികളൊക്കെ നന്നായിട്ട് വഴറ്റി വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ ചിന്നമുട്ട ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ മുട്ട പൊട്ടാത്ത രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് ആ മുട്ടേൻ്റെ ആ മഞ്ഞ കുഞ്ചി ആയതുകൊണ്ട് പെട്ടെന്ന് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പൊട്ടാതെ പതിയെ വേണം ഇളക്കി കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് വേവാൻ ആവശ്യത്തിനുള്ള. എന്നിട്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ അടപ്പ് വെച്ച് അടച്ച് വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും ഇത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വെന്ത് വരും. ഞങ്ങളിപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. കറി പോലെ വേണ്ടവർക്ക് അങ്ങനെയും വെക്കാം. ഇപ്പോൾ ഇനി ശകലം വെള്ളം കൂടെ ഉണ്ട് അതിനകത്ത് വറ്റാൻ. ഈ സമയത്ത് ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടേബിൾ സ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി ഇത് നന്നായിട്ട് ഡ്രൈ ആക്കണം. ഇപ്പോൾ നമ്മുടെ ചിന്നമുട്ട നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാം. ഞങ്ങളിപ്പോൾ ഒരു ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കുന്നത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ചപ്പാത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. വെറുതെ എടുത്ത് കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. ആ മുട്ട ആദ്യമൊക്കെ ഞങ്ങൾ ചപ്പാത്തിയുടെ കൂടെ ജസ്റ്റ് ഇങ്ങനെ ട്രൈ ചെയ്തു. അതിനെക്കാട്ടിലും ടേസ്റ്റ് തോന്നിയത് അത് വെറുതെ കഴിക്കാനാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് ടേസ്റ്റ് നോക്കിയതിന് ശേഷം നിവിക്ക് ചെറിയൊരു പീസ് കൊടുത്തു. അവൻ എരിവില്ലാത്തൊരു ഭാഗം കൊടുത്തു. അപ്പോൾ അവനും ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൻ സാധാരണ മുട്ട കഴിക്കില്ല, പക്ഷേ ഇത് കഴിച്ചു കേട്ടോ. ചിന്നമുട്ട കഴിച്ചു. എരിവില്ലാത്ത ഭാഗം അവനിങ്ങനെ കൊടുത്തു. അവന് വീണ്ടും വീണ്ടും കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ടേസ്റ്റ് ചെയ്തു. അടിപൊളി ടേസ്റ്റാണ്. ആ മസാല ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല രസമാണ്. ആ മുട്ട ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിക്കാനാണ് എനിക്കിഷ്ടപ്പെട്ടത്. പിന്നെ അങ്ങോട്ട് എല്ലാവരും എടുത്ത് കഴിക്കൽ തന്നെയായിരുന്നു പണി. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സാധനം തീർന്നു. നിവിക്കും ഇഷ്ടപ്പെട്ടു. അവന് ചിന്നമുട്ടയും കഞ്ഞിയും കൂടെ കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ചിന്നമുട്ടയുടെ ചിന്ന വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.